ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിലെ പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി യൂട്യൂബിലെ ഡ്രീം ട്രാക്ക് എന്നത് നമുക്ക് AI യൂസ് ചെയ്ത് മ്യൂസിക് എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ എല്ലാമാണ്. ഇത്തരത്തിൽ ഈ ഒരു ഫീച്ചർ എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ മ്യൂസിക് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ഷോർട്സ് വീഡിയോസിന് മാത്രമായി യൂസ് ചെയ്യുക. കാരണം ഇത് ലോങ് വീഡിയോസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഡ്രീം ട്രാക്ക് എന്നത് ഇത് നമ്മുടെ ഷോർട്സ് വീഡിയോസിന് വേണ്ടി മ്യൂസിക് അല്ലെങ്കിൽ ഓഡിയോ എല്ലാം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ എല്ലാമാണ്. ഇത് ഒരിക്കലും നിങ്ങളുടെ ലോങ് വീഡിയോസിൽ ഈ മ്യൂസിക് ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുക. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിലെ വ്യൂസ് അതുപോലെ വാച്ച് ടൈം എല്ലാം തന്നെ YT സ്റ്റുഡിയോയിലേക്ക് റിഫ്ലക്റ്റ് ആകുന്നതിന് ഒരാഴ്ച സമയമെല്ലാം എടുക്കുമെന്നാണ് ഇപ്പോഴത്തെ പുതിയ ഒരു അപ്ഡേറ്റിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു 1 വീക്ക് സമയമെല്ലാം എടുക്കുന്നത് ഇത് തറോ ആയി നമ്മുടെ വ്യൂസ് അതുപോലെ വാച്ച് ടൈം എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ആഡ് ആവുക. അപ്പോൾ ഇതിന് തറോ ആയി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി തന്നെ കുറച്ച് സമയമെല്ലാം കൂടുതലായി വേണം. നേരത്തെ 2 ദിവസം കൊണ്ടെല്ലാം ഇങ്ങനെ അപ്ഡേറ്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇനി ഇത് ഒരാഴ്ച സമയമെല്ലാം എടുത്തതിന് ശേഷം തറോ ആയി ചെക്ക് ചെയ്ത് അതിൽ നിന്നും നിങ്ങൾക്ക് വാലിഡ് അല്ലാത്ത വാച്ച് അവർ അല്ലെങ്കിൽ വ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ കുറച്ചിട്ടുള്ള ബാക്കിയെല്ലാമാണ് നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി അടുത്തൊരു കാര്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി എല്ലാ ക്രിയേറ്റേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എബൌട്ട് എന്നതിൽ നമുക്ക് നമ്മുടെ ചാനലിനെ പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ എല്ലാം കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ യൂട്യൂബ് ഈ കാര്യം വളരെ സ്ട്രിക്റ്റായി നിരീക്ഷിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇൻഫർമേഷൻ ഇത് നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ ചാനൽ എന്ത് ചാനലാണ് എന്നെല്ലാം കറക്റ്റായി നിങ്ങൾ മെൻഷൻ ചെയ്യുന്ന തരത്തിൽ നിങ്ങളുടെ ചാനലിലെ എബൌട്ട് സെക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ ചാനൽ എന്താണോ ആ ഒരു ചാനലിൻ്റെ പർപ്പസ്, അതുപോലെ നമ്മൾ എത്തരത്തിലുള്ള വീഡിയോസ് എല്ലാമാണ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കണം നമ്മുടെ ചാനലിലെ എബൌട്ട് എന്ന പേജിൽ നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ, ഇനി വേണമെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് ഇതെല്ലാം കൊടുക്കാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ അവിടെ പോയതിനു ശേഷം ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്